രാഷ്ട്രീയ ലാഭം നോക്കി വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ റോഡ് മെയിൻ്റനൻസ് അടക്കമുള്ള യാതൊരുവിധ പദ്ധതികളുടെയും ഫണ്ട് വെട്ടിക്കുറച്ചിട്ടല്ല തൂക്കുപാലത്തിനുള്ള തുക വകയിരുത്തിയിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ജനങ്ങളുടെ അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് യാതൊരു കുറവും വരാത്ത രീതിയിലാവും പദ്ധതി നടപ്പാക്കുകയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മൾ നാടിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ വികസനത്തിന് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാനിച്ച് അതിനെ എതിർപ്പ് നിൽക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കൗൺസിലർമാരായി വരുമ്പോൾ നമ്മളുടെ കടമ, നമ്മളുടെ നീതിബോധം ജനങ്ങൾക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയായിരിക്കണം. ലണ്ടൻ ബ്രിഡ്ജ് അമ്യൂണിറ്റി സെൻറ്റർ ഇവിടെയെല്ലാം ഒരു ശാപമായിട്ട് പാലായ്ക്ക് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിനൊരു ശാപമോക്ഷം എന്ന നിലയിൽ നമ്മളൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിനെ വെറും രാഷ്ട്രീയ താല്പര്യങ്ങളാൽ മാത്രം എതിർപ്പ് പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നു. ഞാനൊരു പാലാക്കാരിയാണ്. ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്ത് എപ്പോഴും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും ഇതെന്തുകൊണ്ട് തുറക്കാത്ത അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് പ്രവർത്തിക്കാത്ത എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒത്തിരി പേര് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനത്തിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു പ്രയോറിറ്റി കൊടുത്തത്. 5.5 കോടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. ഇപ്പോൾ അതവിടെ അനാഥമായി കിടക്കുന്നത്. ഈ തൂക്കുപാലം വരികയാണെങ്കിൽ തോണിക്കടവ് റോഡിലേക്കും തെക്കേക്കര ഭാഗത്തേക്കും കാറുകൾ ഇട്ട് ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ അവരുടെ കുട്ടികളോടൊപ്പം ഒരു വിനോദസഞ്ചാരം അല്ലെങ്കിൽ ഒരു ലേഷ്യർ ടൈമായിട്ട് മാറുകയായിരിക്കും. ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഒരു ക്ഷാപമോക്ഷം എന്ന നിലയിൽ തന്നെ ഇത് മാറും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സാമ്പത്തിക വർഷത്തിലെ എല്ലാം കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, 1 രൂപ പോലും റോഡ് ഫണ്ടിൽ നിന്ന് കുറച്ചിട്ടല്ല ഈ പ്രൊജക്റ്റ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും എല്ലാം 6 ലക്ഷം രൂപയാണ് വെച്ചിരുന്നത്. അത് തന്നെയാണ് 1 രൂപ പോലും കുറയ്ക്കാതെ ഈ വർഷവും വെച്ചിരിക്കുന്നത്. റോഡ് മെയിൻ്റനൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ മാറ്റിവെച്ച് അല്ല ഒരിക്കലും ഈ പ്രൊജക്റ്റിന് നമ്മൾ തുടക്കമിടുന്നത്. 5.5 കോടി രൂപയുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു സാക്ഷാത്കാരം ചിലപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനോ കഴിഞ്ഞ കൗൺസിലിനോ ചെയ്തെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ ആയിരിക്കും ഈ എതിർപ്പിൽ കൂടെ കാണുന്നത്. എന്നാൽ എനിക്കാകെ പറയാനുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു എതിർപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കിയോ പരാതി നൽകിയോ ഇതിനെല്ലാം ഒരു തടങ്കലിടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് വിജയകരമായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ ജനങ്ങൾ അതിന് മറുപടി നൽകും, അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സർക്കാർ ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാണി സി കാപ്പൻ MLAയും ഫ്രാൻസിസ് ജോർജ് MPയും തങ്ങളുടേതായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാലായ്ക്ക് ശാപമായി കിടക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിന് ശാപമോക്ഷം നൽകുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതിക്ക് തടസ്സമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കരുതെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ തന്നെ കൗൺസിലിലും നേരത്തെ കൊടുത്തിരുന്ന ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ഇതിൻ്റെ എല്ലാ സാങ്കേതികമായുള്ള അല്ലെങ്കിൽ ലോഫുള്ളായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കുറവുകൾ അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും പരിശോധിച്ച് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് വീണ്ടും പറയുന്നത്. എല്ലാ വശങ്ങളും ഉറപ്പുവരുത്തി ഇതിൻ്റെ എല്ലാ ഫീസിബിലിറ്റിയും ചെക്ക് ചെയ്ത് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നഗരസഭയ്ക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാനുള്ള ഫണ്ട് ഇല്ലെന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പ്രൊജക്റ്റ് ഉപയോഗിച്ചും MLAയും MPയും പൂർണ്ണ സപ്പോർട്ടാണ് ഈ പ്രൊജക്റ്റിന് അവർ നൽകിയിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള ഫണ്ടും ലഭിച്ച് മാത്രമേ ഇത് കൊണ്ടുപോകുന്നത്. ഇതൊരു ബഹുവർഷ പ്രൊജക്റ്റ് അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നിയമപരമായ അല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ കൗൺസിലിനോ അല്ലെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിക്കോ ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി മാത്രമേ ഇതിൻ്റെ ചിലപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിനുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളോ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളോ എല്ലാം പരിഹരിച്ച് പുതിയ പ്രൊജക്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതിന് എല്ലാ ജനങ്ങളുടെയും ഇവിടെ പാലായിലെ എല്ലാ നാട്ടുകാരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഈ പ്രൊജക്റ്റിന് വേണ്ടി വേണമെന്നും അഭ്യർത്ഥിക്കുന്നു. പാർക്കിങ്ങിൻ്റെ അപര്യാപ്തതയാണ് നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിന് തിരിച്ചടിയായതെങ്കിൽ തോണിക്കടവിലേക്കുള്ള തൂക്കുപാലം ആവിഷ്കരിക്കപ്പെടുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. നിയമപരമായ എല്ലാ വശങ്ങളും ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂവെന്നും ഇക്കാര്യം താൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതായും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു.